ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഹൂനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഹൂ എല്ലാവർക്കും അറിയാം. ഹൂ എന്ന് പറഞ്ഞാൽ ആര്, അല്ലേ? ഹൂ ആര്? ഹൂ ആർ യു? നീ ആരാണ്? ഹൂ ആർ ദേ? അവരാരാണ്? ഹൂ ഇസ് ഷീ? അവൾ ആരാണ്? ഹൂ ഇസ് ഹീ? അവൻ ആരാണ്? അപ്പോൾ ഹൂ എന്ന് പറഞ്ഞാൽ ആര്. പക്ഷേ സെന്റൻസിന്റെ ഉള്ളിൽ ഹൂ വന്നു കഴിഞ്ഞാൽ അവിടെ ആര് എന്നല്ല അർത്ഥം. അവിടെ എന്താണ്? അവിടെ ഹൂ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥമാണ് അവൻ അല്ലെങ്കിൽ അവൾ. ഇനി റെസ്പെക്റ്റോട് കൂടി പറയുമ്പോൾ അദ്ദേഹം, ഇദ്ദേഹം, അവര്, അയാള്, ആ വ്യക്തി എന്നൊക്കെ അർത്ഥം. ഞാൻ ഒന്നുകൂടി പറയാണ്. സെന്റൻസിന്റെ ഉള്ളിൽ ഹൂ വന്നു കഴിഞ്ഞാൽ അവിടെ ഹൂവിന്റെ അർത്ഥം ആര് എന്നല്ല, അവിടെ അവൻ, അവൾ, അദ്ദേഹം, ഇദ്ദേഹം, ആ വ്യക്തി, അവര് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ, അല്ലേ, നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സെന്റൻസിന്റെ ഉള്ളിൽ ഹൂ കാണും. ഹൂ ഹൂ ഹൂ. അപ്പം നമുക്കത് മനസ്സിലാവില്ല. ഹൂ എന്ന് പറഞ്ഞാൽ ആര് എന്നല്ലേ. പക്ഷെ ഹൂ എന്ന് പറഞ്ഞാൽ ആര് എന്ന് മാത്രമല്ല, അതിൻ്റെ ആര് എന്നുള്ള അതല്ലാതെ ബാക്കി വരുന്ന അർത്ഥങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞാൽ സെന്റൻസിനുള്ളിൽ ഹൂ എന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് മീനിങ് അല്ലേ, അത് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ് ഷീ വാസ് എ നേഴ്സ്. ഞാൻ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, വർഷങ്ങൾക്ക് മുന്നേ അവൾ ഒരു നേഴ്സായിരുന്നു, അല്ലേ? എന്താ പറയുക, ഇവിടെ അവൾ ഒരു നേഴ്സായിരുന്നു. ഷീ വാസ് എ നേഴ്സ്. അവളൊരു നേഴ്സായിരുന്നു. ഇനി നമ്മളിവിടെ ഹൂ ഉപയോഗിച്ചു. ഇവിടെ ഹൂ ഉപയോഗിച്ചത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ ഒരു നൗൺ ഉണ്ടല്ലോ, നേഴ്സ്. എന്തായിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആ പറഞ്ഞ ആ ഒരു വ്യക്തിയെക്കുറിച്ച് എക്സ്ട്രാ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഹൂ ചേർക്കുന്നത്. എന്താ പറഞ്ഞ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ വ്യക്തിയെക്കുറിച്ച് മനഃപൂർവ്വം എക്സ്ട്രാ പറയാൻ വേണ്ടി ചേർക്കുന്നതാണ് ഹൂ. ഓക്കെ, അവിടെ ഹൂ എന്ന് പറഞ്ഞാൽ ആര് എന്നല്ല അർത്ഥം, അവിടെ നേഴ്സാണ് എന്ന് പറയാണ്. ഷീ വാസ് എ നേഴ്സ്. അവൾ ഒരു നേഴ്സായിരുന്നു. ഹൂ അവൾക്ക്, എന്താണ് അവൾക്ക്, ഹൂ അല്ലെങ്കിൽ അവൾ, ഹൂ ഗോട്ട് മെനി അവാർഡ്സ്. ഷീ വാസ് എ നേഴ്സ് ഹൂ ഗോട്ട് മെനി അവാർഡ്സ് എന്ന് വെച്ചാൽ അവൾ ഒരു നേഴ്സായിരുന്നു, അവൾക്ക് ഒരുപാട് അവാർഡ്സുകൾ കിട്ടിയിരുന്നു. എന്താണ്, അവളൊരു നേഴ്സായിരുന്നു, അതുപോലെ അവൾക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിരുന്നു എന്നായി. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൂ എന്ന് പറഞ്ഞാൽ ആര് എന്നല്ല, അവൾ അല്ലെങ്കിൽ അവൾക്ക്. ഇനി രണ്ടാമത്തെ സെന്റൻസ് ആണ് എവ്രി ഡേ, എല്ലാ ദിവസവും ഐ മീറ്റ് മെനി പീപ്പിൾ. ഇനി ഉണ്ടോ, ഇവിടെ ഹൂ വന്നു. ഇവിടെ ഹൂ വന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പീപ്പിൾ ഉണ്ടല്ലോ, ഈ പീപ്പിൾ, ഈ ആളുകളെ കുറിച്ച് ഒന്ന് എക്സ്ട്രാ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഹൂ ചേർത്ത്. എന്താണ്, ഹൂ ആർ എബോവ് 70. നോക്കൂ, എവ്രി ഡേ ഐ മീറ്റ് മെനി പീപ്പിൾ. ഞാൻ എല്ലാ ദിവസവും ഒരുപാട് ആളുകളെ കാണാറുണ്ട്. ഹൂ അവർ എന്നാണ്, ഹൂ അവർ. ഇവിടെ ഹൂ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ്. കാരണം പീപ്പിൾ അല്ലേ, ആളുകൾ തീർച്ചയായിട്ടും എന്താണ്, പ്ലൂറൽ ഫോമാണ്. ഒരുപാട് പേരായില്ലേ, ഒരുപാട് പേരാകുമ്പോൾ നമ്മൾ ദേ എന്ന് പറയാം, THE. അപ്പോൾ ഇവിടെ ദേ, അവർ, ദേ എന്ന് പറയുന്ന വീണ്ടും പകരം നമ്മൾ ഇതിവിടെ ഹൂ ഉപയോഗിച്ചു. ഓക്കെ, എവ്രി ഡേ ഐ മീറ്റ് മെനി പീപ്പിൾ. ഞാൻ എല്ലാ ദിവസവും ഒരുപാട് ആളുകളെ കാണാറുണ്ട്. അവർ, ഹൂ ആർ എബോവ് 70. അവർ 70 വയസ്സിന് മുകളിലുള്ളവരാണ്. എന്നായി. ഓക്കെ, അപ്പൊ ഇവിടെ ഹൂ എന്ന് പറഞ്ഞാൽ ആര് എന്നല്ല, അവർ എന്നർത്ഥം, അവർ. ഇനി മൂന്നാമത്തെ സെന്റൻസ് ആണ് ദാറ്റ് ഈസ് മൈ അങ്കിൾ ഹൂ ഈസ് വെയറിംഗ് എ ടീഷർട്ട്. അവിടെ കുറച്ച് പേരുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് എൻ്റെ അങ്കിളിനെ പരിചയപ്പെടുത്താണ്. ഹലോ, എക്സ്ക്യൂസ് മീ, ദാറ്റ് ഈസ് മൈ അങ്കിൾ. അതെൻ്റെ അങ്കിളാണ്. അപ്പൊ നിങ്ങൾ, അല്ല, അവിടെ 3-4 പേരുണ്ടല്ലോ, അതിലിപ്പോൾ ഏതാണ്? അപ്പൊ എനിക്ക് എൻ്റെ അങ്കിളിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ പറയേണ്ടി വരും. അപ്പോഴേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. നിങ്ങൾ എൻ്റെ അങ്കിളിനെ ആദ്യമായിട്ട് കാണുകയാണ്. അവിടെ 4-5 പേരുണ്ട്. ഞാൻ ഇങ്ങോട്ട് പറയാണ് ദാറ്റ് ഈസ് മൈ അങ്കിൾ, അത് എൻ്റെ അങ്കിളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്കൊരു സംശയം വരില്ലേ, അവിടെ 4-5 ആൾക്കാരുണ്ടല്ലോ, ഏതാണ്? അപ്പോൾ ആ എൻ്റെ അങ്കിളിനെ ഒന്ന് തെളിയിച്ച് പറയണമെങ്കിൽ, നിങ്ങളുടെ ആ ഒരു സംശയം തീർക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ പറയേണ്ടി വരും എൻ്റെ അങ്കിളിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ഹൂ ചേർക്കും. ഉണ്ടോ, ദാറ്റ് ഈസ് മൈ അങ്കിൾ
ഹൂ ഈസ് വെയറിങ് എ ടീഷർട്ട്? അതെൻ്റെ അങ്കിളാണ്. അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി അദ്ദേഹം എന്താണ്? അദ്ദേഹം ഒരു ടീഷർട്ട് ധരിച്ചിരിക്കുന്നു. ഇനി ഇതേ സെന്റൻസിനെ വേണമെങ്കിൽ നമുക്ക് രണ്ടാക്കുമ്പോൾ എന്തായി അല്ലേ? 2 സെന്റൻസുകളാക്കാം. ദാറ്റ് ഈസ് മൈ അങ്കിൾ എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് കൊടുത്തു വിചാരിക്കാം. പിന്നെ നമ്മൾ തുടങ്ങുന്ന എന്താണ്? നമ്മൾ അടുത്ത സെന്റൻസ് തുടങ്ങുമ്പോൾ ഹീ പറയില്ല, നമ്മൾ ഹീ ഈസ് വിയറിങ് എ ടീഷർട്ട്. ഹീ ഈസ് വിയറിങ് എ ടീഷർട്ട്. അപ്പോൾ ഹീന് പകരം നമ്മൾ ഹൂ ചേർത്തു. മനസ്സിലായില്ലേ? ഹൂ ചേർത്തപ്പോൾ ഒറ്റ സെന്റൻസായി മാറി. പറഞ്ഞു വരുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ വ്യക്തിയെക്കുറിച്ച് എക്സ്ട്രാ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഹൂ ചേർക്കുന്നത്. ആ സമയത്ത് അവിടെ ഹൂ ആര് എന്നുള്ള അർത്ഥം വെക്കരുത്. ഓക്കെ, അവൻ, ഇവൻ, അവൾ, ഇവൾ, അദ്ദേഹം, ഇദ്ദേഹം, ആ വ്യക്തി എന്നൊക്കെയാണ് അർത്ഥം വരും. അവർ എന്നൊക്കെ അർത്ഥം വരും. കാരണം ഇത് പ്ലൂറൽ ഫോം ആണെങ്കിലോ ഒരുപാട് പേരാണെങ്കിൽ അവർ എന്നല്ല വരും, അവർ. ഇനി അടുത്താണ്, സിമ്പിളാണ്. ഐ സോ എ മാൻ ഇൻ ദ പാർക്ക്. ഐ സോ എ മാൻ ഇൻ ദ പാർക്ക്. ഞാൻ പാർക്കിൽ ഒരു വ്യക്തിയെ കണ്ടു. ആയിക്കോട്ടെ, ഇനി എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും എക്സ്ട്രാ പറയണം. അപ്പോൾ ഹൂ ചേർക്കും. ഐ സോ എ മാൻ ഇൻ ദ പാർക്ക്. ഞാൻ പാർക്കിൽ ഒരു വ്യക്തിയെ കണ്ടു. ഓക്കെ. ഹു വാസ് വീപ്പിംഗ്. വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ കരയുക അല്ലേ? സൗണ്ട് ഇല്ലാതെ കരയില്ല നമ്മൾ, അതാണ് വീപ്പിംഗ് എന്ന് പറയാം. ഓക്കെ, ഹു വാസ് വീപ്പിംഗ്. ഹു വാസ് വീപ്പിംഗ് ഉണ്ടോ? അയാൾ കരയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം കരയുകയായിരുന്നു എന്നായി. ക്ലിയർ? അപ്പോൾ ഇവിടെ ആരുന്നാണോ? അല്ല, ഇവിടെ എന്താണ്? ഇവിടെ മേൻ ആണ്. മേനെ കുറിച്ച് എക്സ്ട്രാ പറഞ്ഞു അല്ലേ? മേൻ പറഞ്ഞ നമ്മൾ ഏത് വ്യക്തിയെക്കുറിച്ചാണോ ഓൾറെഡി പറഞ്ഞത് ആ വ്യക്തിയെക്കുറിച്ച് എക്സ്ട്രാ പറയുമ്പോഴാണല്ലോ ഉപയോഗിക്കാം. ഐ സോ എ മാൻ ഇൻ ദ പാർക്ക് ഹു വാസ് വീപ്പിംഗ്. ഞാൻ പാർക്കിൽ ഒരു വ്യക്തിയെ കണ്ടു, അദ്ദേഹം കരയായിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം എന്നാണ് ഹൂവിൻ്റെ അർത്ഥം. ഓക്കെ, അദ്ദേഹം. ഫൈൻ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനെ ബ്രേക്ക് കൊടുക്കാം. നിർത്തി 2 സെന്റൻസ് ആക്കി പറയാം. 2 സെന്റൻസ് ആക്കി പറയുമ്പോൾ ഇങ്ങനെ വരും. എന്ത് ആണോ? ഐ സോ എ മാൻ ഇൻ ദ പാർക്ക് കഴിഞ്ഞു അല്ലേ? ഐ സോ എ മാൻ ഇൻ ദ പാർക്ക്, അവിടെ നിർത്തി. ഇനി അടുത്ത പുതിയ സെന്റൻസ് നമ്മളെങ്ങനെ പറയാ? നമ്മൾ ഹീ വാസ് വീപ്പിംഗ് അല്ലേ? ഹീ വാസ് വീപ്പിംഗ്. അപ്പോൾ നമ്മളത് ആ 2 സെന്റൻസുകൾ ഒന്നാക്കി പറഞ്ഞപ്പോൾ ഹീ ഒഴിവായി, അവിടെ ഹൂ ചേർത്തു. അപ്പോൾ എന്തായി? ഹൂ ചേർക്കുമ്പോൾ മീനിങ്ങിൽ മാറ്റം വരുന്നില്ലല്ലോ. ആ ഹീ മീനിങ് അർത്ഥം സെയിം തന്നെയാണ്, പക്ഷെ അവിടെ ഹീ ഉള്ളത് ഹൂ ആക്കി, അത്രേ ഉള്ളൂ. സിമ്പിളാണ്. ഐ സോ എ മാൻ ഇൻ ദ പാർക്ക് ഹു വാസ് വീപ്പിംഗ്. ഞാൻ പാർക്കിൽ ഒരു വ്യക്തിയെ കണ്ടു, അദ്ദേഹം കരയായിരുന്നു. അത്ര. ഇനി അടുത്താണ് യെസ്റ്റർഡേ, ഇന്നലെ. ഓക്കെ, യെസ്റ്റർഡേ. ഇന്നലെ ഐ ഹെൽപ്ഡ് എ ഗേൾ. ഇന്നലെ ഞാൻ ഒരു പെൺകുട്ടിയെ സഹായിച്ചു. ഞാൻ ഇന്നലെ ഒരു പെൺകുട്ടിയെ സഹായിച്ചു. ഓക്കെ. ഹു ഹാഡ് നത്തിങ് ടു ഈറ്റ്. അവളുടെ അടുത്ത് കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു. അവളുടെ അടുത്ത് കഴിക്കാൻ ഒന്നും ഇല്ലായിരുന്നു എന്നായി. അപ്പോൾ ഇവിടെ ആര് എന്നാണ് അർത്ഥം? അല്ല, ഇവിടെ ആ ഒരു പെൺകുട്ടിയെ, ഈ ഒരു ഗേളിനെ ഒന്ന് ഗേളിനെ കുറിച്ച് എക്സ്ട്രാ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഹൂ ചേർത്തത്. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക് കൊടുക്കാം. ഇങ്ങനെ 2 സെന്റൻസ് ആക്കി മുറിച്ചെടുക്കാം. യെസ്റ്റർഡേ ഐ ഹെൽപ്ഡ് എ ഗേൾ, നിർത്തി അവിടെ. യെസ്റ്റർഡേ ഐ ഹെൽപ്ഡ് എ ഗേൾ, അവിടെ നിർത്തി. ഇനി അടുത്ത പുതിയ സെന്റൻസ് ആണെങ്കിൽ എങ്ങനെ തുടങ്ങുക? ഷീ അല്ല തുടങ്ങുക അല്ലേ? ഷീ ഹാഡ് നത്തിങ് ടു ഈറ്റ്. ഷീ ഹാഡ് നത്തിങ് ടു ഈറ്റ്. പക്ഷേ ഇവിടെ 2 സെന്റൻസുകളായില്ലേ? 2 ചെറിയ സെന്റൻസ് ആയി മുറിഞ്ഞു അല്ലേ? അതിനെ ഒന്നാക്കി പറയണം. എങ്ങനെ? യെസ്റ്റർഡേ ഐ ഹെൽപ്ഡ് എ ഗേൾ ഹു ഹാഡ് നത്തിങ് ടു ഈറ്റ്. ഇന്നലെ ഞാൻ ഒരു പെൺകുട്ടിയെ സഹായിച്ചു, അവളുടെ അടുത്ത് കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൂ എന്ന് പറഞ്ഞാൽ ഷീ ആണ് ഇവിടെ. ഓക്കെ, ഷീ ആണ്, അവൾ. ഇനി അടുത്താണ് ഐ ഹാവ് എ ഗ്രേറ്റ് ഫാദർ. ഐ ഹാവ് എ ഗ്രേറ്റ് ഫാദർ. എനിക്ക് നല്ലൊരു ഫാദർ ഉണ്ട്, ഒരു അച്ഛനുണ്ട്. എനിക്ക് നല്ലൊരു അച്ഛനുണ്ട്. ഹൂ, അവിടെ ഹൂ എന്ന് പറഞ്ഞാൽ ആരുന്നല്ല, അദ്ദേഹം എന്നാണ്. അദ്ദേഹം എപ്പോഴും, ഹു ഓൾവേസ് എൻകറേജസ് മീ. അദ്ദേഹം എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹം എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടെന്നായി അല്ലേ? ഐ ഹാവ് എ ഗ്രേറ്റ് ഫാദർ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡാണ്. ഇങ്ങനെ പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് അല്ലേ? ഐ ഹാവ് എ ഗ്രേറ്റ് ഫാദർ ഹു ഓൾവേസ് എൻകറേജസ് മീ അല്ലേ? എനിക്ക് ഒരു നല്ലൊരു ഫാദർ ഉണ്ട്, അദ്ദേഹം എപ്പോഴും എന്നെ എന്ത് ചെയ്യും? മോട്ടിവേറ്റ് ചെയ്യും എന്ന് പറയൂ. നിങ്ങളിതുപോലൊരു 2-3 സെൻറ്റൻസ് ഇങ്ങനെ എന്ത് ചെയ്യുക? ഇങ്ങനെ പറയാം. നിങ്ങൾ ശ്രമിക്കണം, പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി
വളരെ മനോഹരമായിട്ട് ഇതുപോലുള്ള സെൻറ്റൻസിൽ പറയാൻ കഴിയും. പക്ഷേ പ്രാക്ടീസ് ചെയ്യണം. ഇനി അടുത്ത സെൻറ്റൻസ് ആണ് ദ മാൻ വ്യക്തി ഹൂ ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ സ്റ്റേജ്. ഹൂ ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ സ്റ്റേജ്. ഈ ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, ഏതാണ്? ഹൂ ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ സ്റ്റേജ്. ഇത് തികച്ചും എക്സ്ട്രാ പറഞ്ഞതാണ്. ഓക്കെ, ഇതിൻ്റെ യഥാർത്ഥ സെൻറ്റൻസ് ഇങ്ങനെയാണ്: ദ മാൻ ഈസ് മൈ അങ്കിൾ. ദ മാൻ ഈസ് മൈ അങ്കിൾ. ആ വ്യക്തി എൻ്റെ അങ്കിളാണ്. അപ്പം ഞാൻ നിങ്ങൾ വിളിച്ചിട്ട് പറയാണ്, എക്സ്ക്യൂസ് മീ, അവിടെ കണ്ടോ, ആ വ്യക്തി എൻ്റെ അങ്കിളാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൻ്റെ മുകളിൽ ഒരു വ്യക്തിയുണ്ട്. ആ സ്റ്റേജിൻ്റെ അടുത്തായിട്ട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയമില്ലേ, അല്ല ഏത് സ്റ്റേജിൻ്റെ മുകളിലുണ്ട്, താഴെയുണ്ട്, എല്ലായിടത്തും ഉണ്ടല്ലോ, ഏതാണ് എൻ്റെ അങ്കിള്? നിൻ്റെ അങ്കിൾ ഏതാണ്? അപ്പോൾ ഞാൻ എൻ്റെ അങ്കിളിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അങ്കിളിനെ കുറിച്ച്, മാൻ അല്ലേ, ആ മാനെ കുറിച്ച് എക്സ്ട്രാ പറയും. ഞാൻ എക്സ്ട്രാ പറയാണ്, ദ മാൻ ഹു ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ സ്റ്റേജ്. വ്യക്തി ഏത്? ആ സ്റ്റേജിൻ്റെ മുകളിൽ നിൽക്കുന്ന, ആ സ്റ്റേജിൻ്റെ മുകളിൽ നിൽക്കുന്ന ഈസ് മൈ അങ്കിൾ. ഈസ് മൈ അങ്കിൾ. അതാണ് എൻ്റെ അങ്കിൾ. അതാണ് എൻ്റെ അങ്കിൾ. അപ്പോൾ ഇവിടെ ഹൂ എന്ന് പറഞ്ഞാൽ ആരെന്നാണോ? ആരെന്നല്ല, ആ വ്യക്തി എന്നാണ്. ആ വ്യക്തി, ആ വ്യക്തി അല്ലേ? ദ മാൻ വ്യക്തി ഏത്? ഹു ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ സ്റ്റേജ്. ആ സ്റ്റേജിൻ്റെ മുകളിൽ നിൽക്കുന്ന, ആ സ്റ്റേജിൻ്റെ മുകളിൽ നിൽക്കുന്ന ഈസ് മൈ അങ്കിൾ. അതെൻ്റെ അങ്കിളാണ്. ഇനി നമുക്ക് ഇവിടെ ഹൂ ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ സ്റ്റേജ് ഇല്ലേ, ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ലാസ്റ്റ് പറയാവുന്നതാണ്. എങ്ങനെ? അപ്പം ഞാൻ പറയണേ, ദ മാൻ ഈസ് മൈ അങ്കിൾ, അല്ലെങ്കിൽ ദാറ്റ് മാൻ ഈസ് മൈ അങ്കിൾ. ദാറ്റ് മാൻ ഈസ് മൈ അങ്കിൾ ഹു ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ സ്റ്റേജ്. അങ്ങനെയും പറയാം. എന്താണ്? ദാറ്റ് അങ്കിൾ ഈസ് മൈ ദാറ്റ് മാൻ ഈസ് മൈ അങ്കിൾ. ആ വ്യക്തി എൻ്റെ അങ്കിളാണ്. ഏത്? ഹു ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ സ്റ്റേജ്. ആ സ്റ്റേജിൻ്റെ മുകളിൽ നിൽക്കുന്ന എന്നായി. ഓക്കെ.